Hey dears, welcome back. ഇപ്പോൾ നമ്മുടെ സേ എക്സാമിന് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ബയോളജി സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. അപ്പോൾ ഇവിടെ ബയോളജിയിൽ, അതായത് ബോട്ടണിയിലും സുവോളജിയിലും നമ്മൾ ഇനി പഠിക്കേണ്ട ആ ഒരു ടോപ്പിക്സ്, ഈ ഒരു ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. മെയിനായിട്ട് മിസ് സേ എക്സാമിനുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നിങ്ങൾ പഠിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്കോർ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചിലർക്ക് എ ആയത് A+ ആക്കണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കണം, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ സേ എക്സാമിലുള്ള കുട്ടികൾക്ക് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കി പോകാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ, നിങ്ങൾക്ക് അറിയാവുന്ന ഇതേപോലെ സേ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ +2 നമുക്കറിയാം വളരെ ചുരുങ്ങിയ ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ മീൻസ് ബോട്ടണിയിൽ, സുവോളജിയിൽ നമുക്ക് അത്യാവശ്യം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കോണ്ടൻസ് പഠിക്കാനുണ്ട്, മിസ്സിന് അറിയാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബോട്ടണിയിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോസ്പൊറാഞ്ചിയം ആണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 4 ഡിഫറെന്റ് വാൾ ലേസ്, ആ പിക്ചർ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അത് നിങ്ങളോട് ചോദിക്കും. അപ്പം മൈക്രോസ്പൊറാഞ്ചിയം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പോളൻ ഗ്രെയിനും നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ആ വെജിറ്റേറ്റീവ് സെൽ, ജനറേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പോളൻ ഗ്രെയിൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു പിക്ചറൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ആ ഒരു സ്ട്രക്ചറും അതിവിടെ ഓൾറെഡി പറഞ്ഞു, ആ ഒരു സ്ട്രക്ചറും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പോളൻ ഗ്രെയിനും മൈക്രോസ്പൊറാഞ്ചിയം നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. അതിൻ്റെ അകത്തുനിന്ന് നമ്മളോട് എപ്പോഴും ചോദ്യം ചോദിക്കാറുള്ളതാണ്. പിന്നെ മൈക്രോസ്പോറോജെനസിസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് അതൊന്ന് പെട്ടെന്ന് പഠിക്കാം. മിസ് അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നിങ്ങൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ മൈക്രോസ്പോറോജെനസിസും അതുപോലെ തന്നെ മെഗാസ്പോറോജെനസിസും നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ഇതൊന്നും വേണ്ട, മിസ് പറയുന്ന ആ ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതിയെ. ഇനി എംബ്രിയോ സാക്കും പഠിച്ചിരിക്കുക. അതൊക്കെ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ മെഗാസ്പോറോജെനസിസും മിസ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മെഗാസ്പോറോജെനസിസും ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻ പോട്ടെ, പോളിനേഷനും കൈൻഡ്സ് ഓഫ് പോളിനേഷനും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതിൽ ഇപ്പോൾ വാട്ടർ ആവട്ടെ, അതുപോലെ തന്നെ ഇൻസെക്റ്റ് ആവട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ, അല്ലെ അതുപോലെ തന്നെ വിൻഡ്, ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അത് മൂന്ന് മക്കള് എന്താണേലും സ്കിപ്പ് ചെയ്യരുത്. അത് മൂന്നും ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അത് അത്ര എളുപ്പമുള്ള ഭാഗമാണ്. അതിൻ്റെ അകത്ത് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നിങ്ങൾ ഇമാസ്കുലേഷനും ബാഗിങ്ങും മാത്രം പഠിക്കാം. ഇമാസ്കുലേഷനും അതുപോലെ തന്നെ ബാഗിങ്ങും മാത്രം പഠിക്കുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കണം കേട്ടോ. ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കണം. പിന്നെ അപ്പോമിക്സസും പോളി എംബ്രിയോണിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഈ അപ്പോമിക്സസ് എന്നുള്ളത്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം എന്താണ് നിങ്ങൾ എവിടെ പഠിക്കുക, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. സേ എക്സാമിനുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അത് മിസ് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ഇനി ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തന്നെ പഠിക്കണം. എന്നാലും ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈംസ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ ആ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ റീകോമ്പിനന്റ് ടെക്നോളജീൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റെപ്സ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതിലുള്ളതാണ് നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ജെൽ ഇലക്ട്രോഫോറസിസ്. ഇത് രണ്ടും നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബയോളജിസ്റ്റിക്സും മൈക്രോ ഇഞ്ചക്ഷനും പറ്റുവാണെങ്കിൽ അത് സിമ്പിൾ ആണ്. അതും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇത്രയും പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബയോടെക്നോളജീൻ്റെ ആപ്ലിക്കേഷൻസ്, ആ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ്. അതിൽ BT കോട്ടൺ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ RNA ഇന്റർഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അത് നിങ്ങൾ ജസ്റ്റ് ഒഴിവാക്കിക്കോ. പക്ഷെ നിങ്ങൾ ഇൻസുലിൻ പഠിക്കണം. ഇൻസുലിൻ എന്താണെങ്കിലും പഠിക്കണം. BT കോട്ടണും പഠിക്കണം. ഇത് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. RNA ഇന്റർഫറൻസിന്റെ ആ ഭാഗം കുറച്ച് ഡൗട്ട്ഫുൾ ആയിരിക്കും, ഇറ്റ്സ് ഫൈൻ, അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ ജീൻ തെറാപ്പി നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ ജീൻ തെറാപ്പി ഒന്ന് പഠിക്കണം. കാരണം ജീൻ തെറാപ്പിന്നും നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. പിന്നെ ട്രാൻസ്ജനിക് ആനിമൽസ് എന്താണ്, അതിന്റെ യൂസ് എന്താണെന്നുള്ളത്, ബയോപൈറസി എന്താണെന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതിൻ്റെ അകത്തുനിന്ന്
PYQs ചോദിച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് അത് തന്നെ പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആണ്. അതിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഇതിൻ്റെ അകത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്തും പിന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്താണ്, അതുപോലെ ലോഗിസ്റ്റിക് ഗ്രോത്ത് എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസസ്, ആ ഒരു രണ്ട് ഭാഗം ആ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ നിങ്ങൾ വിട്ടുപോകരുത്. പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഒക്കെ വളരെ എളുപ്പമാണ്. അതിൽ പ്രഡേഷൻ, കോമ്പറ്റീഷൻ, പിന്നെ പാരസൈറ്റിസ്, അതിൽ ബ്രൂട്ട് പാരസൈറ്റിസ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക. കമൻസാലിസും മ്യൂച്വലിസും അതെല്ലാം നിങ്ങൾ ഒരു എക്സാമ്പിളും അതിന്റെ ഡെഫിനിഷനും പഠിച്ചു വെക്കുക. പിന്നെ ഈ സെക്ഷൽ ഡെസീറ്റ് നമ്മുടെ മെഡിറ്ററേനിയൻ ഓർക്കിഡിൽ കാണിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മിസ്സസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതും പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇനി എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിൽ നിങ്ങൾ GPP NPPയും പഠിക്കുക. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സ്ട്രക്ചറും ഫംഗ്ഷനും ഒന്നും നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകണ്ട, ജസ്റ്റ് അത് മാത്രം പഠിക്കുക. പിന്നെ ഡീകമ്പോസിഷൻ എന്താണേലും പഠിക്കുക. ഡീകമ്പോസിഷൻ്റെ ഓരോ സ്റ്റെപ്സ് നിങ്ങളോട് ചോദിക്കാറുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പിന്നെ എക്കോളജിക്കൽ പിരമിഡിൽ പിരമിഡ് ഓഫ് നമ്പറും ബയോമാസും എനർജിയും, അത് മൂന്നെണ്ണവും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോട്ടണിയിൽ പഠിക്കേണ്ടത്. ഇനി കമ്മിങ് ടു സുവോളജി, അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഈവൻസ് ആ ഒരു പെർട്ടിക്കുലർ ഒരു ഫ്ലോ ചാർട്ട് ആക്കി നിങ്ങൾ ആ ഒരു ഈവൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സെക്ഷൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ, അതുപോലെ തന്നെ ഗ്യാമിറ്റോജെനസിസും, ഇതും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മൂർല, ഇത് നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചു പോകണം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുപോലെ സെക്സ് ഡിറ്റർമിനേഷൻ, ഈ ഒരു ടോപ്പിക്സ് മാത്രം ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളോട് ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അവിടെ നിങ്ങൾ കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് എന്താണേലും പഠിക്കണം. IUDസും അതുപോലെ സർജിക്കൽ മെത്തേഡ്, അത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ MTP നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ STI അല്ലെ, ക്യൂറബിളും അതുപോലെ നോൺ ക്യൂറബിൾ ആയിട്ടുള്ള പല ഡിസീസസും അതുപോലെ അതിന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി പോകാൻ മറക്കരുത്. പിന്നെ ഇൻഫെർട്ടിലിറ്റി ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് ഇൻവിട്രോ, അതിൽ സ്വിഫ്റ്റും IUTയും ICSI, ഇത് മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെയൊക്കെ പിന്നെ IUT AI പിന്നെ അതുപോലെ ഗിഫ്റ്റ് ഇതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതിൻ്റെയൊക്കെ ആ ഒരു കംപ്ലീറ്റ് ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക, അത് മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അത്രയും ടോപ്പിക്സ് മാത്രം ഇപ്പോൾ പഠിച്ചു പോയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് മറ്റൊരു ചാപ്റ്റർ, അതുപോലെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ ഇതിനകത്ത് പി പ്ലാന്റ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, അതിന് 7 ക്യാരക്ടേഴ്സ് അല്ലെ, ആ ഒരു കാര്യം നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. മ്യൂട്ടേഷൻ എന്താണെന്നുള്ള കാര്യം, പിന്നെ മോണോ ഹൈബ്രിഡ് ക്രൂസും ഡൈ ഹൈബ്രിഡ് ക്രൂസും, അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ റേഷ്യോസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി പെഡിഗ്രി ആ ഒരു അനാലിസിസ് ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കോ ഡോമിനൻസും ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ജനറ്റിക് ഡിസോർഡേഴ്സ് എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ DNA സ്ട്രക്ചർ, ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കി വെക്കണം. ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്കിലും നിങ്ങൾ പഠിച്ചു പോകണം. പിന്നെ അതുപോലെ ലാക് കോപ്രോൺ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, അത് നിങ്ങൾ എന്താണെങ്കിലും നോക്കുക. പിന്നെ പാക്കിംഗ് ഓഫ് DNA, ആ ഒരു പാക്കിംഗ് ആ ഒരു സ്ട്രക്ചർ പഠിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുമെങ്കിൽ അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഭാഗവും മിസ്സിനറിയാം, ഈ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ച് ടഫാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിച്ച് നോക്കാൻ പോവാം. ഓക്കെ, പിന്നെ DNA ഫിംഗർ പ്രിന്റിംഗ്, ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, അത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി എവല്യൂഷൻ്റെ തിയറീസ്, ഏതെങ്കിലും 2 തിയറീസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഇസ് ഇമ്പോർട്ടൻറ്റ്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഒറിജിൻ ഓഫ് എവല്യൂഷൻ ഓഫ് മാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇറ്റ്സ് ഫൈൻ, നിങ്ങൾ നാച്ചുറൽ സെലക്ഷൻ പഠിക്കുക. അതുപോലെ തന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ പഠിക്കുക. പിന്നെ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഡിഫറൻസസ്, ആ ഒരു ഭാഗത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ഭാഗം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ ഡിസീസും അതുപോലെ പാത്തോജൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇമ്മ്യൂണിറ്റിയിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ്, അത് നിങ്ങളൊന്ന് പഠിക്കുക, നേറ്റീവ് ആൻഡ് പാസീവ്. അത് കുറച്ചും കൂടെ എളുപ്പമല്ലേ, നമുക്ക് കുറച്ചും കൂടെ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പിന്നെ എയ്ഡ്സിൻ്റെ പ്രിവെൻഷനും അതിൻ്റെ മീൻസ് കോസ്റ്റീവ് ഏജൻറ്റ് അതിൻ്റെ ഫുൾ ഫോംസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ക്യാൻസറും
അതിൻ്റെ മെത്തേഡ്സും ഡിറ്റക്ഷൻ മെത്തേഡ്സും ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി ഡ്രഗ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഫൈൻ, ബാക്കി ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി മൈക്രോബ്സ് ആണ്. അതിൽ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് മീൻസ് ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. ലാസ്റ്റിലേക്ക് പറ്റുവാണെങ്കിൽ ഒരു 1 to 2 മാർക്ക് അല്ലെ 3, മാക്സിമം 3 മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ മീൻസ് ചാപ്റ്റർ ആണിത്. അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് വരാറില്ല. അപ്പോൾ ഇതിൽ ബയോഗ്യാസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, പിന്നെ ബയോ ഫെർട്ടിലൈസേഴ്സും ബയോ കൺട്രോൾ ഏജൻസും അതിൻ്റെ എക്സാംസും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റി ആണ്. അതിൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്താണെങ്കിലും നിങ്ങൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളൊന്നും ഓർത്ത് പഠിച്ചു വെക്കുക. പിന്നെ കൺസർവേഷനും അതുപോലെ തന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും അതുപോലെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്, ഈ ഒരു ഭാഗങ്ങളാണ് മെയിനായിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ബയോഡൈവേഴ്സിറ്റിയും അതുപോലെ മൈക്രോബ്സും നിങ്ങൾ ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. അത് അധികം മീൻസ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അല്ല, അധികം മാർക്കിന് അതിൻ്റെ അകത്ത് വരാറില്ല. ഫസ്റ്റ് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം, അതിലെ ആ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് ബയോളജിയിൽ പെട്ടെന്ന് ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ പഠിച്ചെടുക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലായെന്നാണ് മിസ് വിചാരിക്കുന്നത്. അത് മാത്രം നിങ്ങളിപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് പാസ് ആവാനുള്ള മാർക്ക് 100% ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സേ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് മിസ് സ്പെഷ്യലായിട്ട് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഈ ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പഠിക്കുക. ഈ ടോപ്പിക്സിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പലവട്ടമായിട്ട് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ആ ടോപ്പിക്സിൽ നിന്നുള്ള PYQസും ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ സുഖമായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റിയില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉള്ളതാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും. സോ നോ വറീസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഈ ചാനലിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.